ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകൻ പറഞ്ഞുകൊടുക്കുക, അവൻ ഏകനായ അല്ലാഹുവാകുന്നു. ഈ ആജ്ഞയുടെ പ്രഥമ സംബോധിതൻ നബി തിരുമേനിയാണ്. അദ്ദേഹത്തോടാണല്ലോ താങ്കളുടെ റബ്ബ് ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് പ്രസ്തുത ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കുക എന്ന് അദ്ദേഹത്തോട് തന്നെ ആജ്ഞാപിക്കുകയാണ്. എന്നാൽ തിരുമേനിക്ക് ശേഷം ഓരോ വിശ്വാസിയും ഇതിന്റെ സംബോധിതരാകുന്നു. തിരുമേനിയോട് പറയാൻ ആവശ്യപ്പെട്ട ഈ ഉത്തരം തന്നെ അവരും പറയേണ്ടതുണ്ട്. അവൻ അല്ലാഹുവാകുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: നിങ്ങൾ എന്നോട് പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ദൈവം അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. ഇത് ചോദ്യകർത്താക്കൾക്കുള്ള ഒന്നാമത്തെ മറുപടിയാകുന്നു. താൽപര്യം ഇതാണ്: നിങ്ങൾ മറ്റെല്ലാ ആരാധ്യരെയും ഉപേക്ഷിച്ച് പുതിയ ഒരു ദൈവത്തെ ആരാധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹു എന്ന പേരിൽ അറിയുന്ന ആ യഥാർത്ഥ ദൈവത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അറബികൾക്ക് അന്യമായ ഒരു പദമായിരുന്നില്ല. പൗരാണിക കാലം മുതലേ അവർ പ്രപഞ്ച സ്രഷ്ടാവിനെ കുറിക്കാൻ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റ് ആരാധ്യരെയൊന്നും അവർ ഈ പദം കൊണ്ട് വ്യവഹരിച്ചിരുന്നില്ല. ഇലാഹ് എന്ന പദം കൊണ്ടാണ് ഇതര ദൈവങ്ങളെ വിളിച്ചിരുന്നത്. കൂടാതെ അല്ലാഹുവിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന വിശ്വാസം അബ്രഹത്തിന്റെ കഅബ ആക്രമണവേളയിൽ ശരിക്കും പ്രകടമായതാണല്ലോ. അന്ന് കഅബയിൽ 360 ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ആപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് മാത്രമായിരുന്നു. അത്തരം സന്നിഗ്ധ ഘട്ടത്തിൽ തങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും കഴിയില്ല എന്ന് ഉള്ളിന്റെയുള്ളിൽ അവർ ശരിക്കും അറിഞ്ഞിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഅബയെ അവർ വിളിച്ചിരുന്നതാവട്ടെ ബഹുദൈവങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ദൈവങ്ങളുടെ ആലയം എന്നായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ മന്ദിരം എന്നായിരുന്നു. അല്ലാഹുവിനെക്കുറിച്ച് ബഹുദൈവ വിശ്വാസികൾക്കുണ്ടായിരുന്ന സങ്കല്പം എന്തായിരുന്നുവെന്ന് ഖുർആൻ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇതാണ്: അവരെ സൃഷ്ടിച്ചതാരെന്ന് നീ ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന്. സൂറ അസ്-സുഖ്റുഫ് 87 സൂക്തം. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്നും സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തി വെച്ചവനാരെന്നും ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. ആകാശത്തുനിന്ന് ജലം വർഷിക്കുന്നതും അതുവഴി മൃതമായ ഭൂമിയിൽ ജീവനിട്ടിരിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. സൂറ അൽ-അൻകബൂത്ത് 61 മുതൽ 63 വരെ സൂക്തങ്ങൾ. അവരോട് ചോദിച്ചു നോക്കുക, ഈ ഭൂമിയും അതിലുള്ളവരൊക്കെയും ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയുവിൻ. അല്ലാഹുവിന്റേതെന്നായിരിക്കും അവർ പറയുക. സപ്തവാനങ്ങളുടെയും മഹിത സിംഹാസനത്തിന്റെയും ഉടമയാരെന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹുവെന്നു തന്നെയായിരിക്കും അവർ പറയുക. അവരോട് ചോദിക്കുക, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ, സകല വസ്തുക്കളുടെയും അധികാരം ആർക്കാണ്? എല്ലാവർക്കും അഭയം നൽകുന്നവനും തനിക്കെതിരെ ആരാലും ആർക്കും അഭയം നൽകാനാവാത്തവനും ആരാകുന്നു? തീർച്ചയായും അവർ പറയും അതൊക്കെയും അല്ലാഹുവാണെന്ന്. സൂറ അൽ-മുഅ്മിനൂൻ 84 മുതൽ 89 വരെ സൂക്തങ്ങൾ. ഈ സൂക്തങ്ങൾ മുന്നിൽ വെച്ച് ചിന്തിച്ചു നോക്കുക. താങ്കളുടെ റബ്ബ് ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് ജനങ്ങൾ ചോദിച്ചതിന് അവൻ അല്ലാഹുവാകുന്നു എന്ന് ഉത്തരം പറയുമ്പോൾ ആ മറുപടിയിൽ നിന്ന് സ്വയം വെളിപ്പെടുന്ന ആശയം ഇതാണ്: ഈ അണ്ഡകടാഹത്തിന്റെ സ്രഷ്ടാവും ഉടമയും അന്നദാതാവും ആസൂത്രകനുമായി നിങ്ങൾ വിശ്വസിക്കുന്നതാരെയാണോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റെല്ലാ ദൈവങ്ങളെയും വെടിഞ്ഞ് നിങ്ങൾ സഹായത്തിനു വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നതാരെയാണോ? അവൻ തന്നെയാകുന്നു എന്റെ റബ്ബ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മറുപടിയിലൂടെ അല്ലാഹുവിന്റെ പൂർണ്ണതയുടെ ഗുണങ്ങളെല്ലാം പ്രകാശിതമാകുന്നുണ്ട്. പ്രപഞ്ചത്തിന് ഉണ്മയേകിയവൻ, അതിന്റെ സംവിധായകൻ, അതിന്റെ നടപടികൾ ആസൂത്രണം ചെയ്യുന്നവൻ, അതിലുള്ള സകല സൃഷ്ടികൾക്കും ആവശ്യമായ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നവൻ, ആപൽസന്ധികളിൽ തന്റെ ദാസന്മാരെ സഹായിക്കുന്നവൻ എന്നീ ഗുണങ്ങളെല്ലാം അവനുള്ളതാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നിരിക്കെ അവൻ നിർജീവനോ കാഴ്ചയും കേൾവിയുമില്ലാത്തവനോ അധികാരരഹിതനോ അജ്ഞനോ യുക്തിഹീനനോ ദയാശൂന്യനോ ഔദാര്യമില്ലാത്തവനോ അതിജയിക്കപ്പെടുന്നവനോ ആയിരിക്കുക എന്നത് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തതാണ്. അറബി വ്യാകരണ നിയമങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഹുവല്ലാഹു അഹദ് എന്ന വാക്യത്തിന് പലവിധ ഘടനകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്.
അവയിൽ നമ്മുടെ വീക്ഷണത്തിൽ ഈ സന്ദർഭത്തോട് ഏറ്റവും ഇണങ്ങുന്ന ആശയം ഇപ്രകാരമാകുന്നു: ഏതൊരുവനെക്കുറിച്ചാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, അവൻ അല്ലാഹുവാകുന്നു, ഏകനാകുന്നു. മറ്റൊരാശയം ഇങ്ങനെയുമാകാം: ആ അല്ലാഹു ഏകനാകുന്നു. ഇവിടെ ആദ്യമായി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു സംഗതി ഇതാണ്: ഈ വാക്യത്തിൽ അല്ലാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചത് അറബി ഭാഷയിൽ ഈ പദത്തിന്റെ അസാധാരണമായ പ്രയോഗമാണ്. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയിൽ ഈ പദം ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ വിശേഷണമായി ഉപയോഗിച്ചതിന് ഉദാഹരണം കാണുകയില്ല. ഖുർആനിന്റെ അവതരണശേഷം ഈ പദം ദൈവസത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോന്നു. അത് മറ്റാരുടെയും വിശേഷണമായി ഉപയോഗിക്കാറില്ല. അസാധാരണ രീതിയിലുള്ള ഈ ഭാഷാപ്രയോഗം തന്നെ ഏകത്വവും ഏകനായിരിക്കലും അല്ലാഹുവിന്റെ മാത്രം ഗുണമാണെന്ന് വ്യക്തമാക്കുന്നു. ഉണ്മകളിൽ മറ്റൊന്നും തന്നെ ഈ ഗുണത്താൽ വിശേഷിപ്പിക്കപ്പെടാറില്ല. ഇനി ബഹുദൈവ വിശ്വാസികളും വേദവിശ്വാസികളും പ്രവാചകനോട് അദ്ദേഹത്തിന്റെ റബ്ബിനെക്കുറിച്ചുന്നയിച്ച ചോദ്യങ്ങൾ മുന്നിൽ വെച്ച് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ഹു അല്ലാഹു എന്ന് പ്രഖ്യാപിച്ച ശേഷം അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമതായി അതിന്റെ അർത്ഥം ഇതാണ്: അവൻ മാത്രമാണ് ഏക റബ്ബ്, മറ്റാർക്കും റുബൂബിയത്തിൽ പങ്കില്ല. ആരാധ്യൻ, ഉടമസ്ഥനും പരിപാലകനുമായ റബ്ബ് മാത്രമായതിനാൽ ദിവ്യത്വത്തിലും അവന് പങ്കാളികളാരുമില്ല. രണ്ടാമതായി അതിന് ഇങ്ങനെയും അർത്ഥമുണ്ട്: അവൻ മാത്രമാണ് പ്രപഞ്ച സ്രഷ്ടാവ്. സൃഷ്ടികർമ്മത്തിൽ അവന് ഒരു പങ്കുകാരനുമില്ല. അവൻ ഒരുവനാണ്. രാജാധിരാജനും ലോകവിധാതാവും നിയന്താവും തന്റെ സൃഷ്ടികളുടെ അന്നദാതാവും ആപൽസന്ധികളിൽ തുണയരുളുന്നവനുമാണവൻ. ആവലാദികൾ കേൾക്കുന്നവനും. അല്ലാഹുവിന്റേതെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഈ ദിവ്യകാര്യങ്ങളിലൊന്നും മറ്റാർക്കും ഒരു പങ്കുമില്ല. മൂന്നാമതായി അവൻ എന്തിൽ നിന്നുണ്ടായവനാണെന്നും അവന്റെ വംശമേതാണെന്നും വർഗമേതാണെന്നും ആരാണവനെ ഈ ലോകത്തിന്റെ അവകാശിയാക്കിയതെന്നും അവനുശേഷം അതിന്റെ അവകാശിയാകുന്നതാരായിരിക്കുമെന്നും കൂടി അവർ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയും അല്ലാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ നൽകിയിരിക്കുകയാണ്. അതിന്റെ താൽപര്യം ഇതാണ്: ഒന്ന്, എന്നെന്നും ഉണ്ടായിരുന്നവനും എന്നെന്നും ഉണ്ടായിരിക്കുന്നവനുമായ ഏകദൈവമാണവൻ. അവന്റെ മുമ്പ് ഒരു ദൈവമുണ്ടായിട്ടില്ല, അവനുശേഷം ഉണ്ടാവുകയുമില്ല. രണ്ട്, ദൈവങ്ങളുടെ ഒരു വംശമോ വർഗമോ ഇല്ല. അതുകൊണ്ട് അല്ലാഹു ഏതെങ്കിലും വർഗത്തിലോ വംശത്തിലോ അംഗമാകുന്ന പ്രശ്നമില്ല. അവൻ ഒറ്റയൊരു ദൈവമാണ്. മൂന്ന്, അവന്റെ സത്ത വെറും ഒന്നല്ല, ഒരേ ഒന്നാണ്. അതിൽ ഒരു തരത്തിലുള്ള ബഹുത്വത്തിനും പഴുതില്ല. അവൻ ഘടകങ്ങളാൽ ഘടിപ്പിക്കപ്പെട്ട ഉണ്മയല്ല. അതിനാൽ അവൻ അഭേദ്യനും അഖണ്ഡനും അവിഭാജ്യനുമാകുന്നു. അവൻ ഏതെങ്കിലും സ്ഥലത്ത് വസിക്കുകയോ അവനിൽ മറ്റെന്തെങ്കിലും വസിക്കുകയോ ചെയ്യാവുന്ന വിധം അവന് രൂപമോ ആകാരമോ ഇല്ല. വർണ്ണമോ അവയവമോ ഇല്ല. വശങ്ങൾക്കും ദിശകൾക്കും എല്ലാവിധ മാറ്റങ്ങൾക്കും അതീതനാണവൻ. സകലവിധ ബഹുത്വങ്ങളിൽ നിന്നും മുക്തൻ. എല്ലാ പരിഗണനകളിലും ഏകനാണവൻ. അല്ലാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാകുന്നു. സ്വമദ് എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാദ്, മീം, ദാല് എന്നീ അക്ഷരങ്ങളാണ് അതിന്റെ ധാതു. അറബി ഭാഷയിൽ ഈ ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പദങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാം ഇതിന്റെ അർത്ഥം എന്തുമാത്രം വിപുലമാണെന്ന്. അസ്വംദ്, ലക്ഷ്യമാക്കുക, വളരെ ഗംഭീരമായ ഉന്നത സ്ഥാനം, ഉന്നത തലം, പോരാട്ടത്തിൽ വിശപ്പും ദാഹവും ഏശാത്തവൻ, ആവശ്യങ്ങൾക്ക് അവലംബിക്കപ്പെടുന്ന നായകൻ. അസ്വംദ്, ഓരോന്നിന്റെയും ഉയർന്ന ഭാഗം, തനിക്കുപരി മറ്റാരുമില്ലാത്ത ഉന്നതൻ, അനുസരിക്കപ്പെടുന്ന നേതാവ്, ആവശ്യക്കാരുടെ അന്തിമാവലംബമായ നേതാവ്, സ്ഥിരമായത്, ഉന്നത പദവി, ഉറയോ ആവരണമോ ഇല്ലാത്തതും യാതൊന്നും ഉള്ളിൽ ചേരുകയോ പുറത്തു പോവുകയോ ചെയ്യാത്തവണ്ണം ദൃഢമായതുമായ വസ്തു, പോരാട്ടത്തിൽ വിശപ്പോ ദാഹമോ ഏശാത്തവൻ. ഇനി ആലോചിച്ചു നോക്കുക, മേൽവാക്യത്തിൽ അല്ലാഹു അഹദ് എന്ന് പ്രസ്താവിച്ചത് എന്തുകൊണ്ടാണ്? ഈ വാക്യത്തിൽ അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞത് എന്തിനാണ്? അഹദ് എന്ന പദം അല്ലാഹുവിനെക്കുറിച്ച് പ്രത്യേകം ഉപയോഗിക്കപ്പെടുന്നതാണെന്ന് നേരത്തെ നാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റാരെയും ആ പദം കൊണ്ട് വിശേഷിപ്പിക്കാറില്ല. പക്ഷേ സ്വമദ് എന്ന പദം സൃഷ്ടികളെക്കുറിച്ചും പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സ്വമദുൻ എന്ന് പറയാതെ അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞത്. മൗലികവും യഥാർത്ഥവുമായ സ്വമദ് അല്ലാഹു മാത്രമാകുന്നു എന്നാണ് അതിനർത്ഥം.
സൃഷ്ടി ഏതെങ്കിലും ചില പരിഗണനകളിൽ സ്വമദ് ആയാൽ തന്നെ മറ്റു പരിഗണനകളിൽ സ്വമദായിരിക്കുകയില്ല. ചില സൃഷ്ടികൾക്ക് ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. എങ്കിലും എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇതിനെതിരായി അള്ളാഹുവിന്റെ സ്വമദീയത്ത് എല്ലാ നിലയ്ക്കും സമ്പൂർണമാകുന്നു. ലോകം മുഴുവൻ അവനെ ആശ്രയിക്കുന്നു, അവനാരെയും ആശ്രയിക്കുന്നില്ല. ലോകത്തിലെ സകല വസ്തുക്കളും അവയുടെ ഉണ്മയ്ക്കും നിലനിൽപ്പിനും ആവശ്യ പൂർത്തീകരണത്തിനും ബോധപൂർവമോ അല്ലാതെയോ അവന്റെ നേരെ തിരിയുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നവൻ അവൻ മാത്രമാണ്. അനശ്വരനും അനന്തനുമായിട്ടുള്ളവൻ, വിഭവദാതാവ്, ആരിൽ നിന്നും വിഭവം സ്വീകരിക്കാത്തവൻ, ഒറ്റപ്പെട്ടവൻ, വിഭജനത്തിനും വിഘടനത്തിനും ഉതകും വണ്ണം സംഘടിപ്പിക്കപ്പെട്ടവനല്ല. പ്രപഞ്ചത്തിലെങ്ങും അവന്റെ അധികാരം നിലനിൽക്കുന്നു. അവൻ സർവോന്നതനാണ്. അതുകൊണ്ട് അവൻ വെറും സ്വമദല്ല, അസ്വമദാകുന്നു. അതായത് യഥാർത്ഥത്തിൽ സർവസമ്പൂർണമായ സ്വമദീയത്തുകൊണ്ട് വിശേഷിതനായ ഏക അസ്തിത്വം അവൻ മാത്രമാകുന്നു. കൂടാതെ അസ്വമദ് ആയതുകൊണ്ട് അവൻ ഒരേയൊരുവൻ മാത്രമായിരിക്കൽ അനിവാര്യമായിത്തീരുന്നു. എന്തുകൊണ്ടെന്നാൽ ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമായ അസ്തിത്വം ഒന്നു മാത്രമേ ഉണ്ടായിരിക്കൂ. അസ്വമദ് ആയിരിക്കുക എന്നത് അവൻ ഏക ആരാധ്യനായിരിക്കുക എന്നതിനെയും അനിവാര്യമാക്കുന്നു. മനുഷ്യൻ ആശ്രയിക്കുന്ന ശക്തിയെയാണല്ലോ അവൻ ആരാധിക്കുക. അതിനാൽ അവനല്ലാതെ മറ്റൊരാരാധ്യനും ഇല്ലാതിരിക്കൽ അനിവാര്യതയായി വരുന്നു. ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ശക്തിയും അധികാരവുമില്ലാത്ത അസ്തിത്വത്തെ ബോധമുള്ള മനുഷ്യരാരും ആരാധിക്കുകയില്ലല്ലോ.